ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതേപോലെ പെറ്റ്സുകളുടെ സെയിലിനുള്ളതിൻ്റെ റേറ്റ് പ്ലേസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിലാണ്. 9 മാസം പ്രായമായിട്ടുള്ളൊരു ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ലാബിൻ്റെ. അപ്പോൾ ഈ ലാബിൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് 9,000 ആണ്. 9,000 രൂപയാണ്. 9,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. എടുക്കാൻ താല്പര്യമുള്ളവർ 9 മാസമായ അഡൽട്ട് ഫീമെയിൽ ലാബിൻ്റെ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം കുട്ടികളെ ഇറക്കിയതാണ്. അടുത്തത് എഗ് ചെയ്തിരിക്കുകയാണ്. ആ ബ്രീഡിംഗ് ബോക്സ് അടക്കമാണ് കൊടുക്കുന്നത്. 1,850 രൂപയാണ് ഈ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. 1,850 രൂപ. ഇപ്പോൾ എഗ് ചെയ്ത് 2 എഗ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത് ടർക്കിയുടെ ഒരു എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെയർ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 1,750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടർക്കിയുടെ ഒരു ജോഡി 1,750 രൂപ. നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എഗ് ചെയ്ത് ഇരിക്കുന്നതാണ്. 1,750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 2 കൂടി. അടുത്ത് വന്നിരിക്കുന്നത് ഫിഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിലും 1 മെയിലും. 3 കൂടി അവർ 300 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 3 ഫിഞ്ചസ് വെറും 300 രൂപ. നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് ബേഡുകളായാലും സെയിലിന് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷോർട്ട് നോസ് അസീലിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2 ബാച്ച് കുട്ടികളെ ഇറക്കിയിട്ടുള്ളൊരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനവർ ചോദിക്കുന്നത് 2,200 രൂപയാണ്. ഷോർട്ട് നോസ് അസീലിൻ്റെ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 2,200 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു സിംഗിൾ പീസാണ് വന്നിരിക്കുന്നത്. അഡൾട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 300 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 300 രൂപ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് അവിടെ നിന്ന് നമുക്ക് പെറ്റ്സുകളെല്ലാതും കോഴിക്കോട് നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊനൂറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊനൂറ് മെയിലും ബ്ലൂ ഗ്രീൻ ചീക്ക് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ കേജ് അടക്കമാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കേജും അതേപോലെ ബ്രീഡിംഗ് പെയർ അടക്കം 10,000 രൂപയാണ് ചോദിക്കുന്നത്. ബേർഡും കേജ് അടക്കമാണ് കൊടുക്കുള്ളൂ. 10,000 രൂപയാണ് ചോദിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് കേജ് വന്നിരിക്കുന്നത്. എന്തായാലും എടുക്കുന്ന ആൾക്ക് നല്ല ലാഭമാണ്. നല്ല അടിപൊളി കേജും അതേപോലെ ബ്രീഡിംഗ് പെയർ അടക്കമാണ് 10,000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോക്ടെയിൽസ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ പീസും അതേപോലെ ഒരു ബ്രീഡിംഗ് പെയറും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വൈറ്റ് ഫേസിൻ്റെ മെയിൽ ബേർഡാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളത്. നല്ല അടിപൊളി കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്നത് ഈ മെയിലിന് ചോദിക്കുന്നത് 2,000 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. വൈറ്റ് ഫേസ് മെയിൽ ബേർഡ്. അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഫേസ് മെയിലും
ആൽബിനോ ഫീമെയിൽ ആയിട്ടുള്ള ഒരു കോക്ടെയിലിൻ്റെ ബ്രീഡിംഗ് പെയർ. നല്ല അടിപൊളി ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ആൽബിനോയും വൈറ്റ് ഫേസും. ഈ പെയറിന് അവർ ചോദിക്കുന്നത് 4500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കോക്ടെയിലിനൊക്കെ വേണ്ടവർക്ക് എടുക്കാവുന്നതാണ്. വൈറ്റ് ഫേസ് ആൽബിനോയും ഒരു പെയർ. തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ 2 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള 2 ഫീമെയിൽസ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഒരെണ്ണത്തിനായിട്ട് അവർ ചോദിക്കുന്നത് 8000 രൂപയാണ്. 8000 ആണ് ഒരു ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഫീമെയിലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലോ ബഡ്ജറ്റിൽ 8000 രൂപയാണ് ഒരു ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 2 വയസ്സ് പ്രായമായിട്ടുള്ള 2 ഫീമെയിൽസ് ഉണ്ട്. ഒരെണ്ണത്തിന് 8000 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് ഫീമെയിൽസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ നമ്പറുകളിലും. അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അടുത്തൊരു ബ്രീഡർ ഏതാണ് ബെൽജിയം മൽനോയ്സിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പി. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്നത് വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം 37,000 രൂപയാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുഗിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു ബേർഡാണ് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. കണ്ണൂരാണ് തളിപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 800 രൂപയാണ്. 800 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 800 രൂപ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പെയറാണ് വന്നിരിക്കുന്നത് മുഗി. ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നോർമൽ ലവ് ബേർഡ്സ് പീസ് റേറ്റ് 130 രൂപയും അതേപോലെ തന്നെ റെഡ് ഐ ലവ് ബേർഡ് ആൽബിനോസൊക്കെ 150 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പീസുകൾ ആൽബിനോസൊക്കെ 150 രൂപയാണ് പീസ് റേറ്റ്. നോർമൽ 130 രൂപയും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിംഗ് സൈസ് ലവ് ബേർഡിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യണം. എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 15 പറവ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. 2500 രൂപന് 15 കൂടി ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പറവ പ്രാവുകൾ ബ്രീഡിംഗ് സൈസാണ് വന്നിരിക്കുന്നത്. പറവകൾ 15 കൂടി 2500 രൂപയാണ് ചോദിക്കുന്നത്. ചിക്സ് സെമി അഡൾട്ട് ബ്രീഡിംഗ് സൈസ് എല്ലാം ഉണ്ട്. 15 പറവ. അതേപോലെ അവിടുന്ന് നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട്. 7000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസ് 2 പപ്പീസാണ് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട്. 7000 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. പറവ പ്രാവുകളും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസും എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നാണ് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5 പറവ പ്രാവും 4 നാടൻ പ്രാവും. അങ്ങനെ മൊത്തം 9 പ്രാവുകൾ കൂടി ചോദിക്കുന്നത് 1500 രൂപയാണ് ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പറവയുണ്ട് നാടൻ പ്രാവുകളുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോത്താണ് വന്നിരിക്കുന്നത്. ജാഫ്രാബാദി ക്രോസിൻ്റെ ഒരു പോത്താണ് വന്നിരിക്കുന്നത്. 2.5 വയസ്സ് പ്രായമുണ്ട്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2.5 വയസ്സുള്ള ഈ പോത്തുകുട്ടിക്ക് പോത്തിന് ചോദിക്കുന്നത് ജാഫ്രാബാദി ക്രോസ് പോത്തിന് ചോദിക്കുന്നത് 47,000 രൂപയാണ്. 2.5 വയസ്സ് പ്രായമുള്ളത് ജാഫ്രാബാദി ക്രോസ് 47,000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ജർമ്മൻ ഷെപ്പേർഡും അതേപോലെ ലാബാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തൊരു ബ്രീഡറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡിന് അവർ ചോദിക്കുന്നത് 2000 രൂപയും ഒരു പപ്പിയും എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ചോദിക്കുന്നത്. 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ ഒരു പപ്പീനെയും കൊടുക്കണം.
എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ അവിടെ നിന്നൊരു സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബ്, ഒരു 8 മാസം പ്രായമായിട്ടുള്ള ലാബിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 3500 രൂപയാണ് ഈ ലാബിൻ്റെ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ലൈൻ വരുന്ന ഒരു ലാബിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 8 മാസം പ്രായമുള്ളത് 3500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം. അതേപോലെ നമ്മുടെ ചാനൽ കണ്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്.